ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയാണ് ജി സുധാകരനെ പാർട്ടി പരിപാടികൾക്ക് വിളിക്കാത്തത് എന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു അത് ശരിയല്ല, ബുദ്ധിമുട്ടുണ്ടായാലും പുള്ളിക്ക് ഘടകമൊന്നും ഇല്ലെങ്കിലും മുതിർന്ന നേതാവ് എന്ന നിലയിൽ പാർട്ടി പരിപാടിക്ക് വിളിക്കണം. അപ്പോൾ ജീസു എന്ന് വിളിക്കുന്നുണ്ട് പുള്ളിയെ പറഞ്ഞു. ജീസുവിനെ മനഃപൂർവ്വം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി തഴഞ്ഞു എന്ന് വ്യക്തം. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മുടെ ഗോപാലകൃഷ്ണൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അദ്ദേഹം ഇന്നലെ കണ്ണൂർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു സുധാകരൻ ഏതാണ്ട് മനസ്സുകൊണ്ട് BJPയിലാണ്, ഒന്ന് ആഞ്ഞു തള്ളിയാൽ ഇങ്ങ് വരും എന്നൊക്കെ പറഞ്ഞു. ഗോപാലകൃഷ്ണൻ്റെ വ്യാമോഹമാണോന്നും അറിയില്ല. KC വേണുഗോപാലും പോയി കണ്ടിട്ടുണ്ട്. സുധാകരൻ പാർട്ടി വിടുമോ? സുധാകരൻ പാർട്ടി വിടുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപാട് കാലം പാർട്ടിയുടെ കൂടെ നടന്നൊരാൾ എന്നുള്ള നിലയ്ക്ക് അവസാന കാലത്ത് ഭുവനചന്ദ്രൻ്റെ സഹോദരനാണ്. രക്തസാക്ഷി കുടുംബമാണ്. രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള പാർട്ടി നേതാക്കന്മാർ വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇതുപോലെ അതുകൊണ്ട് എല്ലാ കാലത്തും ആ കുടുംബത്തിന് ആ പരിഗണന കിട്ടിയിരുന്നു വളരെ കാലം. എന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദൻ നേതൃത്വം വഹിക്കുന്ന കാലം വരെയെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ESFക്കാരൊക്കെ ഒരുപാട് കാലം ഭുവനേന്ദ്രന്റെ പേര് പറയുമായിരുന്നു. എപ്പോഴും നോട്ടീസിൽ ക്യാമ്പസിൽ ഇറങ്ങുന്ന നോട്ടീസിലൊക്കെ ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. പിന്നെ ലക്ഷദ്വീപിലൊരു കോയയുടെ ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ നോട്ടീസ് വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഭുവനേന്ദ്രനെ നിഷ്ഠൂരമായിട്ടാണ് KSUക്കാർ വന്നത്. കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വലിച്ചെറിയോ അങ്ങനെയൊക്കെ ചെയ്തു. അതെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സുധാകരനോട് ഞാൻ സംസാരിക്കാറുമൊക്കെ ഉണ്ട്. ഇപ്പോൾ തളിപ്പറമ്പിലും മറ്റേ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ചരമവാർഷികം ആചരണത്തിൻ്റെ സമയത്താണ് ഗോപാലകൃഷ്ണൻ കുറച്ച് നാൾ മുമ്പ് പോയ കാര്യം പറഞ്ഞത്. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാറിൻ്റെ കൂടെ സുധാകരൻ്റെ വീട്ടിൽ പോയി കുറേ നേരം അവർ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സുധാകരനും ഭാര്യ ഡോക്ടർ ജൂബിലി നവപ്രഭ അവർ രണ്ടുപേരും ഒരു അർദ്ധ മനസ്സ് BJPയിൽ ചേരാനായിട്ട് കാണിച്ചു എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. അതായത് ധർമ്മച്യുതിയെ പറ്റിയാണല്ലോ സംസാരിച്ചിരിക്കുന്നത്. മറ്റേ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് പ്രകാരം ധർമ്മച്യുതി ഉണ്ട് എന്നുള്ളത് ജി സുധാകരനും തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാജ്യത്താകമാനമല്ല, ഈ പാർട്ടിയുടെ അകത്ത്. കാരണം ഈ പാർട്ടിയെ മറ്റേ വർഗീയ ശക്തികൾ, പ്രത്യേകിച്ചും ആലപ്പുഴയിൽ വർഗീയ ശക്തികൾ റാഞ്ചിക്കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം സുധാകരനുള്ളതായിട്ടാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞതായിട്ട് കണ്ടത്. അത് നമ്മൾ രാഷ്ട്രീയം നോക്കുമ്പോഴും ഏതാണ്ടൊക്കെ അതുപോലെയാണ് ആലപ്പുഴയിലെ അവസ്ഥ. പല സ്ഥലത്തും അത്തരം ആളുകളെയൊക്കെ ഏരിയ സെക്രട്ടറിമാരോ ലോക്കൽ സെക്രട്ടറിമാരോ ഒക്കെ ഈ വർഗീയത നോക്കിയിട്ട് മതന്യൂനപക്ഷ പ്രീണനമൊക്കെ വെച്ചിട്ട് എടുക്കുന്നതൊക്കെ ഉണ്ട്. സുധാകരന് ഈ പറഞ്ഞ പോലെ ഈ ഒരു പരിപാടിക്കും വിളിച്ചില്ല. അപ്പോൾ അതിനൊരു കാരണം പറയുന്നത് അദ്ദേഹത്തിന് മറ്റേ പ്രായപരിധി കഴിഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തിന് കമ്മിറ്റി അംഗമൊന്നും ആക്കണ്ട. അപ്പോൾ അത് പറഞ്ഞിട്ട് R നാസർ പറഞ്ഞു, മറ്റേ സംസ്ഥാന നേതൃത്വം ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വിളിക്കാതിരുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് ബുദ്ധിമുട്ടാവുന്നതായിട്ട് സുധാകരന് തോന്നുന്നില്ലല്ലോ. വിളിക്കാതിരിക്കുന്നതാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് സുധാകരന്. അപ്പോൾ ഏരിയ കമ്മിറ്റിയിൽ അംഗമാക്കണ്ട, മറ്റേ സെമിനാറൊക്കെ ഉണ്ടാവുമല്ലേ ഇതിൻ്റെ കൂടെ, ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് സെമിനാറൊക്കെ ഉണ്ടാവുമല്ലോ. മോദിക്കെതിരെ ആഞ്ഞടിക്കാനും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ സെമിനാർ. മോദിക്കെതിരെ ഒന്നും സുധാകരൻ പോയി ആഞ്ഞടിക്കുന്നില്ല, അതില്ല. പക്ഷെ അങ്ങനത്തെ വിഷയങ്ങൾ വരുമല്ലോ. അല്ല, സുധാകരന് വേദികൾ കിട്ടുന്നില്ല, പിന്നെ അങ്ങനെ ആഞ്ഞടിക്കാനാ? അതൊരു വലിയ പ്രശ്നമാണ്. അതാണ്, വേദികൾ പാർട്ടി കൊടുക്കുന്നില്ല. അല്ല, ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ഈ രാമേന്ദ്രൻ സാറ് ദീർഘകാലമായി CPM ബീറ്റ് നോക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണല്ലോ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് സുധാകരനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞ് വേണ്ട എന്ന് വെച്ച ആളാണ് സുധാകരൻ്റെ നല്ല കാലത്ത്. അതൊരു വലിയ ത്യാഗമല്ലേ, ഒരു മനസ്സല്ലേ? അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ ചിന്തിക്കാൻ പറ്റുമോ? സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ എനിക്ക് വേണ്ട, ഞാനില്ല, വേറെ ആരെങ്കിലും ആക്കിക്കോ എന്ന് പറയുക. അതെന്താ സുധാകരൻ പണ്ട് അങ്ങനെ? സുധാകരൻ അങ്ങനെ അന്ന് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രാദേശികമായ കാര്യങ്ങൾ നോക്കി നിന്നോളാം, സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞു. അന്നത്തെ നേതൃത്വത്തിലെ ചില ആളുകളുമായിട്ടുള്ള അകൽച്ച ഒക്കെയാണ് അതിൻ്റെ അകത്തെ വിഷയം.
ആ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ചില ആളുകളുമായിട്ടുള്ള അകൽച്ച എന്ന് പറയാം. അവരുടെ കൂടെ ഇരിക്കാൻ വയ്യ. പ്രധാനമായിട്ടും തോമസ് ഐസക്കും സുധാകരനും വിരുദ്ധ ധ്രുവങ്ങളിലായിരുന്നു. ഒരേ ജില്ലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി അങ്ങനെ ഇരിക്കണ്ട, ഞാൻ പ്രാദേശികമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയോ അകറ്റുകയോ വേണ്ട, ഞാൻ പ്രാദേശിക കാര്യങ്ങൾ നോക്കി നിന്നോളാം എന്നുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തത്. ഈ സുധാകരനെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട്. സുധാകരൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നു. ജില്ലയിലെ പാർട്ടിയുടെ എന്തോ പരിപാടിയുടെ പോസ്റ്ററുകൾ ജില്ലാ കമ്മിറ്റി എല്ലാ ഘടകങ്ങൾക്കും അയച്ചു കൊടുത്തു. ഒരു ബ്രാഞ്ചിന് 25 പോസ്റ്റർ അതാണ് കൊടുത്തത്. 25 പോസ്റ്റർ ഒട്ടിക്കണം. അങ്ങനെ ഇരിക്കെ സുധാകരൻ ഒരിക്കൽ ജില്ലാ സെക്രട്ടറിയുടെ കാറിൽ ഏതോ പ്രദേശത്തെ ഒരു ലോക്കൽ പ്രദേശത്തൂടെ പോകുമ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി നടന്നു പോകുന്നുണ്ട്. പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ പോസ്റ്ററൊക്കെ ഒട്ടി. അങ്ങനെ പുള്ളി സംസാരിക്കുള്ളൂ, അധികാരത്തോടെ എടാ എന്നൊക്കെ വിളിക്കുള്ളൂ. എടാ പോസ്റ്റർ ഒട്ടിച്ചോ കാവേ, മുഴുവൻ ഒട്ടിച്ചോ, വണ്ടിയെ കയറ്, ഒട്ടിച്ചതൊക്കെ കാണിച്ചതാ. അങ്ങനെ വണ്ടിയെ ബ്രാഞ്ച് സെക്രട്ടറി കൊണ്ടുപോയപ്പോൾ 10 പോസ്റ്റർ ഒട്ടിച്ചത്. ബാക്കി 15 പോസ്റ്റർ അവിടെ ഇയാളുടെ വീട്ടിൽ ചെന്ന് ബാക്കി 15 പോസ്റ്റർ എടുത്തു. പാർട്ടി നടപടി എടുത്തു. ഈ ബ്രാഞ്ച് സെക്രട്ടറിക്ക് 25 പോസ്റ്റർ കൊടുത്തിട്ട് 10 ഒട്ടിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അത്ര കാർക്കശ്യമുള്ള ഒരു ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ ഒരു സുധാകരൻ്റെ കാർക്കശ്യം അനുഭവിക്കാത്ത ആളുകൾ ജില്ലയിൽ ആരുമില്ല. പക്ഷേ കറപ്റ്റ് അല്ലായിരുന്നു സുധാകരൻ, അഴിമതിക്കാരനല്ലായിരുന്നു. പക്ഷേ ആ കാർക്കശ്യം അനുഭവിച്ച ആളുകൾ ഇന്ന് മുന്തിയ പദവികളിലെത്തിയപ്പോൾ സുധാകരനോട് പക വീട്ടുന്നു എന്നൊരു പറച്ചിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സിനു എന്നോട് പറഞ്ഞത്. അതായത് പക വീട്ടുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ഈ കോക്കസ് രൂപപ്പെട്ടു എന്ന് കഴിഞ്ഞ ദിവസം ബിപിൻ ബാബു പറഞ്ഞില്ലേ, ആലപ്പുഴ ജില്ലയിലൊരു കോക്കസ് രൂപപ്പെട്ടിരിക്കുന്നു. ആർ നാസറൊന്നും അല്ല ശരിക്ക് ഭരിക്കുന്നത്, വേറെ ഡമ്മിയാണ്. നാസർ മറ്റേ സജി ചെറിയാൻ്റെ ഒരു ഡമ്മിയാണ്. അപ്പൊ ഇവരുടെ ഇപ്പോഴത്തെ ഈ പാർട്ടി നേതാക്കളുടെ ഒരു പ്രവർത്തന രീതി അല്ല സുധാകരന്റെ തലമുറയിലുള്ള ആളുകളുടേത്. നേരത്തെ തന്നെ ഈ ത്യാഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ടായല്ലോ, എനിക്കെൻ്റെ ഭാര്യയുടെ ശമ്പളം കൊണ്ട് പെൻഷൻ കൊണ്ടൊക്കെ ജീവിക്കാം. ജൂബിലി നവപ്രഭയുടെ ആ വിവാഹം നടത്തുന്നതിനെ പറ്റിയൊക്കെ എന്നോട് KR ഗൗരിയമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ജൂബിലി നവപ്രഭയായിട്ടൊക്കെ ഉള്ള അത് ഏതാണ്ടൊക്കെ കണ്ടുപിടിച്ചു കൊടുത്തതും ഒക്കെ ഗൗരിയമ്മയാണ്, നടത്തി കൊടുത്തത് ഗൗരിയമ്മയാണ്. ആ സമയമാകുമ്പോൾ സുധാകരൻ വന്ന് ഗൗരിയമ്മയോട് ഇങ്ങനൊരു താല്പര്യം പറയുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ എന്താ പറയുക സനാതന ധർമ്മത്തിലൊക്കെ പറയുന്നത് പോലെ അതൊന്നും അല്ല അദ്ദേഹം ഫോളോ ചെയ്തില്ലെങ്കിൽ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പുരാണ പ്രഭാഷകനൊക്കെ ആയിരുന്നു ക്ഷേത്രങ്ങളിൽ. അപ്പോൾ രാമായണം, മഹാഭാരതം ഇങ്ങനത്തെ സംഗതികളെ പറ്റിയൊക്കെ ത്രെഡ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ ആ ത്രെഡ് ഉണ്ടെങ്കിലും വേറെ കാര്യമുണ്ട്. ഇപ്പോൾ സുധാകരൻ രാമായണമൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾ ഓർക്കുന്നത് സുധാകരൻ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ് ശബരിമലയിലെ അനിഷ്ടകരമായ സംഭവങ്ങൾ നടന്നത്. അന്ന് സുധാകരൻ ഭക്തരുടെ കൂടെയും വിശ്വാസത്തിൻ്റെ കൂടെയൊന്നും ആയിരുന്നില്ല. അന്ന് മാത്രമല്ല, കുപ്രസിദ്ധമായൊരു പ്രയോഗം അന്ന് വന്നിരുന്നു. അത് സുധാകരൻ പറഞ്ഞതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പൂജാരിമാർ ആദ്യം അടിവസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിരുന്നതായിട്ട് അന്ന് വാർത്തകൾ വന്നു. അതെ, അതൊക്കെ നോക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം ഇപ്പൊ കുറെ ആളുകൾ പോലീസുകാർ തിരിഞ്ഞു നിന്നപ്പോഴാണല്ലോ പ്രശ്നം വന്നത്. അത് ശാന്തിക്കാർക്കും ബാധകമല്ലേ എന്ന് ചോദിക്കാവുന്നതാണ്. തെറ്റൊന്നുമില്ല അതിൻ്റെ അകത്ത്, ചോദിക്കാവുന്ന ചോദിച്ചാല്. പക്ഷെ സുധാകരൻ പാർട്ടിയുടെ നിലപാട് കർക്കശമായി നടപ്പാക്കുന്നു എന്ന് കരുതിയാൽ മതി. പാർട്ടി അന്ന് നിലപാടെടുത്തല്ലോ. ആ പാർട്ടി നിലപാടിലൂടെ സ്ത്രീകൾ പ്രവേശിക്കണം എന്നുള്ളത് പാർട്ടിയുടെ കൂടെ നിന്നു. അത് പാർട്ടി എടുത്ത ഒരു പണ്ടെങ്ങനെയാ പറയാ, ഇപ്പൊ 1948 ഈ കൽക്കട്ട തീസിന്റെ കാലത്ത് ഈ പത്രോസിനെ പുറത്താക്കിയല്ലോ. ആലപ്പുഴ ജില്ലയിൽ വെച്ച് തന്നെയാണ് മറ്റേ കുന്തക്കാരൻ പത്രോസിനെ, KV പത്രോസിനെ പുറത്താക്കുന്നത്. കൽക്കട്ട തീസിസ് എന്നുള്ളത് തെറ്റായ തീസിസ് ആയിരുന്നു, തെറ്റായ തീരുമാനമായിരുന്നു എന്നുള്ളത് പാർട്ടി കണ്ടെത്തി. 1950 തീസിസ് കൽക്കട്ടയിൽ വെച്ച് CCയിൽ തീരുമാനിച്ചതായതുകൊണ്ടാണ് കൽക്കട്ട തീസിസ് എന്ന് പറയുന്നത്. ആ കൽക്കട്ട തീസിസ് നടപ്പാക്കാനായിട്ട് തീരുമാനിച്ച ആ യോഗത്തിൽ
നമ്മുടെ ഈ എറണാകുളത്തെ മാർക്കറ്റ് റോഡിൽ നിന്ന് സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറഞ്ഞൊരു പ്രതീതി ഉണ്ടായിരുന്നു. ആൾക്ക് ഇങ്ങനെ സായുധ സമരം ആളുകളെ കൊല്ലുക എന്നൊക്കെ കേട്ടപ്പോൾ ഇയാൾക്ക് ശരിക്കും ഭ്രാന്ത് വന്നു. എന്നോട് MM ലോറൻസ് ആ ഭാഗം വിസ്തരിച്ചിട്ടുണ്ട്. എന്നിട്ട് കെ രാജൻ, അന്ന് അവിഭക്ത പാർട്ടിയല്ലേ, നമ്മുടെ കെ രാജനെല്ലാം കൂടി ഇദ്ദേഹത്തിന് അന്ന് ടെൻറ്റുകൾ കെട്ടിയിട്ടുണ്ട്, ചെറിയ ചെറിയ പ്രതീതികൾക്ക്. 5 സ്റ്റാർ ഫെസിലിറ്റി ഒന്നും ഇല്ലല്ലോ അക്കാലത്ത്. അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ഒഴിച്ച് തണുപ്പിക്കുക തലയൊക്കെ. അത് കഴിഞ്ഞിട്ട് രാജൻ തന്നെ ഇദ്ദേഹത്തിനെ എറണാകുളത്തേക്ക് പിന്നെ വണ്ടിയിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ കേട്ടാൽ തന്നെ ഭ്രാന്ത് വരുന്ന തരം തീസിസാണ്. ഈ പത്രോസിന്റെ കാര്യത്തിൽ തെറ്റായ തീസിസ് തെറ്റായി നടപ്പാക്കിയ ആൾ എന്നാണ് കണ്ടെത്തിയത്. അപ്പൊ പാർട്ടി അങ്ങനെയൊക്കെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക, തെറ്റായ അതിൻ്റെ കൂടെ തെറ്റായി നടപ്പാക്കാൻ നിൽക്കുക, ഇതൊക്കെ ഏത് സഖാവിൻ്റെ കാര്യത്തിലും പറ്റിപ്പോകുന്നതാണ്. അതെ, അല്ല നമ്മുടെ ഇപ്പോഴത്തെ സംസാര വിഷയം എന്ന് പറയുന്നത്, നമ്മൾ സംസാരത്തിന് മുമ്പ് സംസാരിച്ചത്, ഷൂട്ട് ചെയ്യാൻ മുമ്പ് സംസാരിച്ചത്, സുധാകരൻ BJP-യിലേക്ക് വരുമോ, സുധാകരന് BJP-കാരനാകാൻ പറ്റുമോ? സുധാകരൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ അന്തർധാര നല്ല അർത്ഥത്തിൽ, രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്ന അന്തർധാരയല്ല, ശരിക്കും ഈ സനാതന ധർമ്മത്തിൻ്റെ ഒരു സംഗതി ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഒരു കനല് ബാക്കി, ഒരു തരി എന്നൊക്കെ പറയില്ലേ, അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ഒക്കെ അങ്ങനെയൊക്കെ നടന്നിട്ടുള്ള കാലഘട്ടവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ KC വേണുഗോപാലും പോയി കണ്ടിട്ടുണ്ട്. ഈ പാലക്കാട് ഓപ്പറേഷൻ പോലെ വേണമെങ്കിൽ മറ്റേ പോകാവുന്ന ഒരാളെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള പരിപാടി. അപ്പോൾ ഗോപാലകൃഷ്ണൻ നേരത്തെ തന്നെ പോയിട്ടുണ്ട്, ഇതറിഞ്ഞിട്ടോ മറ്റോ. അപ്പോൾ ശരിക്കും സുധാകരന് പോകാവുന്ന ഒരു സ്ഥലം BJP ആണ്. പക്ഷേ സുധാകരനെ സംബന്ധിച്ച് മറ്റുള്ളവരിൽ നിന്നുള്ള വ്യത്യാസം, ആ ത്യാഗത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് അങ്ങനെ പദവി വേണമെന്നൊന്നുമില്ല. അതാണ്. അല്ല, സുധാകരൻ ഇനി BJP പോയിട്ട് എന്തെടുക്കാനാണ്? അതെ, അദ്ദേഹം പദവി കാംക്ഷിച്ചിട്ടല്ല BJP-യിലേക്ക് പോവുകയാണെങ്കിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇന്ത്യയെ ഈ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കുറച്ച് നേരത്തെ ആയിരുന്നു ഗവർണർ ആകാമായിരുന്നു എന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അതെ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും നന്നായിട്ട് സംസാരിക്കുക. അദ്ദേഹം MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ അതുകൊണ്ട് ഈ പശ്ചാത്തലമൊക്കെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ചില ലേഖനങ്ങളൊക്കെ ഷേക്സ്പിയറിനെ പറ്റിയോ ഒക്കെ എഴുതിച്ചിട്ടുമൊക്കെ ഉണ്ട്. മുമ്പ് ഒരു ലിറ്റററി പേജ് മനോരമ ഉണ്ടായിരുന്നപ്പോൾ. പിന്നെ ഇത് എഴുതിയ ലേഖനങ്ങളിൽ, ഷേക്സ്പിയറെ പറ്റി എഴുതിയ ലേഖനത്തിലൊക്കെ അപ്പടി തെറ്റാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പഠിപ്പിച്ച് ഡോക്ടർ ശ്രീനിവാസൻ, കൊല്ലം SN കോളേജിൽ, അദ്ദേഹം മറുപടി ലേഖനം എഴുതിയിരുന്നു കേട്ടോ പിന്നീട്. എന്തായാലും ഈ സാഹിത്യ പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട്, കവിതയുടെ പശ്ചാത്തലം ഉണ്ട്, എന്തെങ്കിലുമൊക്കെ വായിക്കും. എനിക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ കവിതകൾ പ്രസിദ്ധീകരിച്ച ആളാണ് ഞാൻ. കൗമുദിയിലും കലാമുദിയിലും കുറെ കവിതകൾ വന്നിട്ടുണ്ട്. അതെ, അതിൽ കുറെ കവിതകൾ ആവശ്യമില്ലാത്തതും ഒക്കെ ആയിരുന്നു. ലാദൻ, ബിൻ ലാദൻ. അതെ, മറ്റേ അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സിനിമാ പാട്ട് തോന്നും, ലാദൻ ബിൻ ലാദൻ അയോധ്യ വിറ്റൊരു ലാദൻ. രാമൻ, ശ്രീരാമൻ അയോധ്യ വിട്ടതല്ല, പാരടിയായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ ഇപ്പോൾ ഈ ഭുവനേന്ദ്രൻ ഇങ്ങനെ മരിച്ചതല്ലാതെ ഒരാൾ ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ട്, തൂങ്ങി മരിക്കുകയൊക്കെ. അപ്പം ദുരന്തങ്ങൾ ധാരാളം കളിയാടിയിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അല്ല, അടുത്തിടയ്ക്ക് ഞാൻ ഒരു കഥ വായിച്ചിരുന്നു. കഥയുടെ പേര് ഞാൻ മറന്നുപോയി. കലാകൗമുദിയിൽ വന്ന കഥയാണെന്ന് തോന്നുന്നു. എൻ്റെ സുഹൃത്ത് എടപ്പോൺ അജികുമാർ എഴുതിയ കഥയാണ്. ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കുറേ ദുർഭരണങ്ങൾ, രക്തസാക്ഷിയൊക്കെ ഉണ്ടാവുന്നു. അവിടെ ഈ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നൊരു കഥയാണ്. അപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ പെട്ടെന്ന് സുധാകരൻ്റെ ഈ പശ്ചാത്തലം ഓർമ്മ വന്നു. അത് വെച്ചിട്ടാണോ എഴുതിയെന്നറിയില്ല. കഥാകൃത്തുകൾക്ക് ആശയങ്ങൾ പലയിടത്തും എടുക്കാമല്ലോ. അങ്ങനെ ഒരു കഥ വന്നിരുന്നു. അതെ, ജീവിത സായാഹ്നത്തിൽ ഈ ഏകാധിപതികളുടെ സായാഹ്നം എന്നൊക്കെ പറഞ്ഞ് മാർക്കേസും ഒക്കെ കഥ എഴുതുമല്ലോ. ജീവിത സായാഹ്നത്തിൽ നമുക്ക് ഇങ്ങനത്തെ പല, പ്രത്യേകിച്ച് സാഹിത്യ പശ്ചാത്തലമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ആന്തരിക ജീവിതമൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം വിചാരങ്ങൾ അലട്ടും. അങ്ങനെ അലട്ടുമ്പോൾ നമുക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ഒരു അഭയകേന്ദ്രമാണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ KR ഗൗരിയമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ട് മറ്റേ പ്രകാശം എഴുതിയ മറ്റേ മഹാഭാരത വിവർത്തനമില്ലേ, അത് കോട്ടയത്ത് നിന്നും സംഘടിപ്പിച്ച് ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കുകയുണ്ടായി. അവർക്ക് അമ്പലത്തിൽ പോകണം, ഗുരുവായൂർ പട്ടുകോണകം വേണം, അത് വേണം, മഹാഭാരതം
പ്രകാശം ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്രീകൃഷ്ണനെ പറ്റിയൊക്കെ എന്നോട് ഒരു അഭിമുഖത്തിൽ അവർ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഒരു സായാഹ്നം, നല്ല സായാഹ്നമാണ് കൊതിക്കുന്നത് സുധാകരൻ. അപ്പോൾ ജീസു ഒരു ഹിന്ദു സഖാവായിട്ട് മാറും. അങ്ങനെയാണ് അദ്ദേഹത്തിന് മാറാവുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാറ്റിയ നിർബന്ധമൊന്നുമില്ല. എനിക്കെന്ത് നിർബന്ധം? കാരണം എന്താണെന്ന് വെച്ചാൽ സുരേന്ദ്രനും ഗോപാലകൃഷ്ണനും ഒക്കെ അല്ലേ അതിനുവേണ്ടി നടക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് സുധാകരൻ BJPക്ക് വന്നുകൊണ്ട് BJPയിലേക്ക് വന്നതുകൊണ്ട് സുധാകരനോ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. അദ്ദേഹം വേണമെങ്കിൽ ആധ്യാത്മിക പാതയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബെറ്റർ വിശ്വ ഹിന്ദു പരിഷത്തിലോ ഭാരതീയ വിചാര കേന്ദ്രത്തിലോ അതല്ലെങ്കിൽ സംഘവുമായി ബന്ധപ്പെട്ട ഇത്തരം ഒരുപാട് വേദികളുണ്ട്, അവിടേക്ക് വരുന്നതായിരിക്കില്ലേ കൂടുതൽ നല്ലത്? അതെ, എന്താണെന്ന് വെച്ചാൽ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവാക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. BJPയിൽ വന്നിനി അദ്ദേഹത്തിന് ഓടി നടക്കാനുള്ള ഒരു ചെറുപ്പമൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല, ആരോഗ്യം എങ്ങനെയെന്ന് എനിക്കറിയില്ല. അല്ല, BJPയിൽ തന്നെ വേണമെന്നില്ല. ഈ പറഞ്ഞ മറ്റേ സെമിനാറുകൾക്ക് വിളിക്കാം, അതിൻ്റെ ഏതെങ്കിലും പ്രസിഡന്റ് ആക്കുവോ വൈസ് പ്രസിഡന്റ് ആക്കുവോ ഭാരതീയ വിചാര കേന്ദ്രം പോലുള്ള സംഘടനകളോ ധാരാളം സംഘടനകളൊക്കെ ഉണ്ട്. അതായത് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. എവിടെയാണ് അദ്ദേഹത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ ഇരിപ്പിടങ്ങൾ ഒരുപാടുണ്ട്, ധാരാളമുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം KC വേണുഗോപാൽ വന്നതിനെക്കുറിച്ച് വന്നപ്പോൾ സുധാകരൻ ചോദിക്കുകയുണ്ടായി, അത് എന്നെ KC വേണുഗോപാൽ വന്ന് കണ്ടല്ലോ, ഇനി KC വേണുഗോപാൽ എൻ്റെ പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി വന്നാണെന്നും പറഞ്ഞുകൂടെ? ശരിയല്ലേ? KC വേണുഗോപാൽ വന്നപ്പോൾ കോൺഗ്രസിലേക്ക് സുധാകരനെ പോലെ ഒരാൾ കോൺഗ്രസിലേക്കൊക്കെ പോകുമെന്ന് വ്യാഖ്യാനിക്കുക മണ്ടത്തരം. ഒരിക്കലും ചെയ്യില്ല. അങ്ങനെയൊക്കെ പറയുന്ന മാധ്യമ പ്രവർത്തകർ ആലോചിക്കേണ്ടത്. പിന്നെ എൻ്റെ പാർട്ടി ചേരാൻ വേണ്ടി സുധാകരൻ KC വേണുഗോപാൽ എന്നെ വന്ന് കണ്ടു എന്ന് പറഞ്ഞു. നേരത്തെ സുനിൽ പറഞ്ഞപ്പോൾ എനിക്ക് പറയണം തോന്നിയിട്ട് നമ്മൾ വിട്ടുപോയൊരു കാര്യം, ഇപ്പോൾ ഇന്നിപ്പം മധു മുല്ലശ്ശേരി ഒരാളൻ ഒരുപാട് വർത്താനം പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടിയെ പറ്റിയിട്ട്. ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഏരിയ സെക്രട്ടറി. അതെ, അദ്ദേഹത്തിന്റെ മകൻ മിഥുൻ, അദ്ദേഹം പാർട്ടി വിടുന്നുണ്ട്, ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ആ പാർട്ടിയുടെ അകത്ത് ഭയങ്കരമായിട്ട് ഈ പൊട്ടിച്ചെതറൽ നടക്കുന്നുണ്ടല്ലോ, അവർക്ക് എവിടെയെങ്കിലും പോകട്ടെ. ഈ പൊട്ടിച്ചെതറൽ ആ പാർട്ടിയിൽ നടക്കുന്നത് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ BJP എങ്കിലും ഉണ്ട് എന്നുള്ള ഹിന്ദു സഖാക്കളുടെ തോന്നൽ കൊണ്ടാണ്. അതാണ്. അപ്പൊ എങ്ങനെ കോൺഗ്രസിൽ പോകും അല്ലേ? എങ്ങനെ കോൺഗ്രസിൽ പോകാനാണ്? ഈ മുച്ചൂട് നശിച്ചൊരു പ്രസ്ഥാനം, അതിന് നിൽക്കാൻ പറ്റിയ ഒരു ഇടം, ഒരു കുട BJP ആണ്, പ്രത്യേകിച്ച് ഹിന്ദു സഖാക്കൾക്ക്. അത് ആ ഹിന്ദു സഖാക്കൾ ഇപ്പോൾ ചെതറി പോകുന്നത് തന്നെ ഇപ്പൊ BJPയിലേക്ക് ചേരുന്നതും ഒക്കെ അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ വല്ലാതെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇന്നലെ ഏഷ്യാനെറ്റിലെ ചർച്ചയുണ്ടല്ലോ, 8 മണി ചർച്ച, അതിൽ ഈ മധു മുല്ലശ്ശേരി അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പലതവണ പറയുന്നുണ്ട്, കണ്ണുരുട്ടിയാ പേടിപ്പിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു, പണ്ടത്തെ പാർട്ടിയല്ലോ ഇപ്പോഴത്തെ പാർട്ടി, പണ്ടത്തെ പാർട്ടിയല്ലോ. ഒരു 4-5 തവണ അദ്ദേഹം ആവർത്തിച്ചു. അപ്പോൾ പാർട്ടി പണ്ടത്തെ പാർട്ടിയല്ല എന്ന് ഏരിയ സെക്രട്ടറിമാർക്ക് വരെ അറിയാം. പണ്ടത്തെ പാർട്ടിയല്ല എന്ന് EP ജയരാജനും അറിയാം. അതെ. അപ്പോൾ പണ്ടത്തെ പാർട്ടി അല്ലാത്തത് കൊണ്ട് ഈ മുമ്പ് പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേടിച്ച് നടക്കാൻ പറ്റുള്ളൂ പ്രാദേശികമായിട്ട്. രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിൽ പോയാലും അവർ ഫിസിക്കലി ഒന്നും സംരക്ഷണമൊന്നും കോൺഗ്രസിൽ നിന്ന് കിട്ടില്ല. വാക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇതിൽ നിന്നാണെങ്കിൽ കായികമായ സംരക്ഷണവും കിട്ടും. അപ്പൊ ഹിന്ദു സഖാക്കൾക്ക് പോകാനുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് BJP കേരളത്തില് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ ഒരു ഗുരുവായിട്ട് മറ്റേ സുധാകരൻ, മറ്റേ എന്തോ ഒരു മൂത്ത സ്വാമി എന്നോ ശബരിമലയ്ക്ക് ഒരു സ്വാമി എന്ന് പറയുന്നത്, ഗുരുസ്വാമിയായിട്ട് അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയും. ഏതായാലും സുധാകരൻ പേഴ്സണലി എനിക്കും വളരെ ഇഷ്ടമുള്ള നേതാവാണ് അല്ലേ? അതെ, നിസ്വാർത്ഥമാണ്. ഈ പറഞ്ഞ പോലെ തേന തെക്തേന ബുഞ്ചീത എന്ന് പറഞ്ഞ വാചകത്തിനൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. എനിക്ക് എൻ്റെ ഭാര്യയുടെ പെൻഷൻ മതി എന്ന് പറഞ്ഞ ആളാണ്. അപ്രിയ സത്യങ്ങൾ നിർഭയം പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള സ്വാധീനങ്ങൾക്കും അങ്ങനെ വഴങ്ങുന്നതായിട്ട് വഴങ്ങാത്തത് കൊണ്ടും കോഴ മേടിക്കാത്തത് കൊണ്ടും പൊതുമരാമത്ത് വകുപ്പ് നന്നായിട്ട് നടത്താനും വൃത്തിയായിട്ട് നടന്നു. ആ ഉദ്യോഗസ്ഥന്മാരെ പേടിപ്പിക്കാനും. അതെ. IAS പട്ടികളിൽ വിളിക്കാനും ഒക്കെ പറഞ്ഞ വല്ലാത്തൊരു തൻ്റെ ഇടം കാണിച്ചിട്ടുണ്ട്. അതെ, പൊതുജീവിതത്തിൽ സംശുദ്ധി ഉയർത്തിപ്പിടിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു നേതാവാണ്. പിന്നെ യേശുദാസ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറണം എന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് സുധാകരൻ പറഞ്ഞത്.
ഏതായാലും ജി സുധാകരൻ എന്ന നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തോട് ചെയ്യുന്നത് വലിയ ചതിയാണ്. ഏത് പാർട്ടിയാണേലും അതിനുവേണ്ടി നിസ്വാർത്ഥമായി നിൽക്കുകയൊക്കെ ചെയ്ത ഒരാളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അല്ല, ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സുധാകരൻ പറയുന്നത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സുധാകരനോടൊപ്പമാണ് നമ്മൾ. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.